ശിവ ശിവ ശിവോഹം ഇന്ന് പറയാൻ പോകുന്ന കാര്യം വെറും 1 മിനിറ്റ് ഞാനീ പറയുന്ന രഹസ്യമായ ധ്യാനം നിങ്ങൾ ചെയ്താൽ വളരെ വലിയ അളവിൽ സമ്പത്തിനെ, ധനത്തെ, ഐശ്വര്യത്തെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സാധിച്ചു തരാനുള്ള ആ പ്രപഞ്ച ശക്തിയെ നിങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ പറ്റും. വളരെ സമ്പത്തും ഐശ്വര്യവും വലിയ രീതിയിൽ സാമ്പത്തികവും ധനമൊക്കെ ഇതുവഴി നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള വെറും 1 മിനിറ്റ് ചെയ്യാവുന്ന, ആരോടും പറയാതെ ചെയ്യണം, രഹസ്യമായ ഒരു ധ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. 1 രൂപ ചെലവില്ലാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ആർക്കും ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആരും അറിയാതെ, ആരോടും പറയാതെ, നിങ്ങളുടെ ചുണ്ടുകൾ അനങ്ങാതെ, ഈ പ്രപഞ്ചം പോലും നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ പോലും അറിയാതെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ പോലും അറിയാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ, അതീവ രഹസ്യമായ, ആരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യ ധ്യാനമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ 1500-ൽ പരം വീഡിയോകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ വീഡിയോകളിൽ ഒന്ന് തന്നെയാണിത്. മനസ്സിലായോ? ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എൻ്റെ അർത്ഥം എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ വീഡിയോകളിൽ ഒന്ന് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ. ഇതിൻ്റെ അകത്ത് ഞാനൊരു രഹസ്യ ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ആർക്കും ചെയ്യാം, ആരോടും പറയരുത്, എന്നോടും പറയണ്ടെന്നേ. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ഗുണം കിട്ടാൻ. ആരോടും പറയണ്ട, നിങ്ങൾ മാത്രം അറിയാവുള്ളൂ. മാത്രമല്ല, വെറും 1 മിനിറ്റ് ചെയ്യാം, ആർക്കും ചെയ്യാം. വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തികത്തെ നിങ്ങളിലേക്ക് ആകർഷിച്ച് വരുവാൻ വേണ്ടി ഇത് ഉപകരിക്കും. ഞാൻ ആ ധ്യാനത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇതാരും ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും, ഞങ്ങൾ പലയിടത്തും ഈ മീഡിയാസിലും യൂട്യൂബിലും ഒക്കെ ധ്യാനത്തെക്കുറിച്ച് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര വലിയ പറയാനുള്ള, ഇദ്ദേഹത്തിന് എന്താ അറിയായിരിക്കും എന്ന് ചേർക്കെങ്കിലും തോന്നാം. ചോദ്യം സ്വാഭാവികമാണ്, ആ ചിന്ത സ്വാഭാവികമാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. ഞാൻ എന്തുകൊണ്ട് പറയുന്നു, ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ, ഏകദേശം 29-30 വയസ്സിൽ തന്നെ, ക്രിയാ കുണ്ടലിനി പ്രാണായാമം എന്ന രഹസ്യ പ്രാണായാമം ഗുരുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കാൻ അവസരമുണ്ടായി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതോടൊപ്പം ധ്യാനവുമുണ്ട്. ആ ധ്യാനവും ഞാൻ അവിടുന്ന് സ്വീകരിച്ചതാണ്. പിന്നെ എത്രയോ ശിവവിദ്യകൾ, എത്രയോ രഹസ്യവിദ്യകൾ എല്ലാം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരും പറഞ്ഞു തരാത്ത ധ്യാനത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരികയാണ്. ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണെന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയും. എനിക്ക് 1% പോലും സംശയമില്ല. കാരണം അതുപോലുള്ള ഒരു അറിവാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മുഴുവൻ കാണണം. എന്നോടും പറയണ്ടെന്നേ, എന്നോടും പറയേണ്ട അനുഭവം സ്വയം അനുഭവിക്കുക. അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന എൻ്റെ ഉപദേശം, അല്ലെ ഞാൻ തരുന്ന വിദ്യ. സ്വയം അനുഭവിക്കുക, സ്വയം ആസ്വദിക്കുക, സ്വയം ആനന്ദിക്കുക. ആ വിദ്യ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം. ഈ നിമിഷം മുതൽ ഇവിടെ നിങ്ങളുടെ ജീവിതം മാറാനുള്ള ഒരു കാര്യം നിങ്ങൾ അറിയുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇത് അറിയുന്നുണ്ടെങ്കിൽ, ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. നല്ല കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു 2-3 കാര്യം ഞാൻ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പെട്ടെന്ന് വരാം. ഒന്നാണ്, ഇന്ന് തന്നെ വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. അദ്ദേഹം 1440 എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കുന്നത് എല്ലാം ഒരു അറിവിന് വേണ്ടിയാണ്. അതിൽ അദ്ദേഹത്തിന് പറ്റുന്ന പലതും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് കഷ്ടകാലങ്ങളും ദുരിതങ്ങളും ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നല്ല സാമ്പത്തികം വന്നു,
എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അദ്ദേഹം കോടിക്കണക്കിന് നന്ദി പറഞ്ഞുകൊണ്ട്. വളരെ സന്തോഷം. എല്ലാം നല്ല കാര്യങ്ങളാണ്. അവനവന് പറ്റുന്ന ചെയ്യുക, പരിശ്രമിക്കുക. വേറൊരാൾ മെസ്സേജ് ചെയ്ത് കാനഡയിൽ ഒരാൾക്ക് PR അങ്ങനെ രണ്ട് കാർഡാണ്. ഞാൻ ഏറ്റുമാനൂരപ്പന് പറഞ്ഞൊരു വഴിപാട് ചെയ്ത് നേർന്ന് കിട്ടി. ഇനി അവർ നാട്ടിൽ വരുമ്പം ചെയ്യും. വളരെ സന്തോഷം. ഇതെല്ലാം ഒരു സന്തോഷം പങ്കുവെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നത് വീട് സ്ഥലം വയ്ക്കാനുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഞാൻ എത്ര വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അത് പക്ഷേ ആരും കാണത്തില്ല, എന്ത് ചെയ്യാനാണ്. എങ്കിലും ഒരു അത്യാവശ്യം കാര്യമായതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. വീട് സ്ഥലം വയ്ക്കാൻ എനിക്ക് അനുഭവമുള്ള, അല്ലെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് അനുഭവമുള്ള കാര്യമാണ് പറയുന്നത്. പായിപ്പാട് പുത്തൻകാവിൽ അമ്പലം എന്നൊരു അമ്പലമുണ്ട്. അതായത് ഒരുപാട് പുത്തൻകാവിലുണ്ട്. പുത്തൻകാവ് എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. പായിപ്പാട് പുത്തൻകാവിലമ്മ, അതായത് എൻ്റെ ഓഫീസ് 4 കോടിയാണ്. ചങ്ങനാശ്ശേരിയിൽ 4 കോടി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 4 കോടിക്ക് ഒരു 2 ജംഗ്ഷൻ അപ്പുറമാണ് പുത്തൻകാവ്. അപ്പോൾ ഇത് അവിടെ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ പായിപ്പാട് പുത്തൻകാവിൽ ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്താൽ അവിടെ നമ്പർ കിട്ടും. ആ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ ഡീറ്റെയിൽസ് കിട്ടും. ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ വിദ്യയാണ് പറഞ്ഞു തരുന്നത്. വെള്ളിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാലം വെച്ച് കയറണം. കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈറനോടെ വേണം, കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് പായിപ്പാട് പുത്തൻകാവിലമ്മയെ വാഗൊണ്ട് വിളിച്ചു ചൊല്ലി നിങ്ങളുടെ സ്ഥലവും വിൽക്കാൻ വേണ്ടി നേരുക. 6 നാഴി പായസം പറയുമ്പം 6 നാഴി എന്ന് പറയണം. 6 നാഴി പായസം നേരുക. കാര്യം നടന്നു കഴിയുമ്പം ഒരു വെള്ളിയാഴ്ച വന്ന് ചെയ്തേക്കാന്ന് പറയുക. കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ചെയ്യുക. എന്നിട്ട് നേർന്നു കഴിഞ്ഞ് പെട്ടെന്ന് തല തോർത്തുക, വലുതുകാലി വെച്ചിറങ്ങുക. പിന്നെ ഉടനെ ഇതേക്കുറിച്ച് ചിന്തിക്കരുത്. ഒരു തവണ ചെയ്തപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ശരിയായില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സ് ദേവിയിൽ അപ്പം ചെല്ലണമെന്നില്ല. നമ്മുടെ ടെൻഷനും നിരാശയും ഒക്കെ കാണും. അപ്പോൾ ഒന്നുകൂടെ നേരുക. ഇത് ശരിയായിട്ട് നേർന്ന ഒരുപാട് ആളുകൾക്ക് സ്ഥലം വിറ്റിട്ടുണ്ട്, വാങ്ങാനുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് ബലമാകും. നിങ്ങളുടെ മനസ്സ് ദേവി ചെന്നില്ലെങ്കിൽ ബലവും ആകത്തില്ല. ആവശ്യം പോലെ ചെയ്യുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാരണം ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്ഥലം വിൽക്കുക എന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാകുമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പം ഇനിയും പറയാൻ പോകുന്ന കാര്യം ഈ ധ്യാനത്തിൻ്റെ രഹസ്യമാണ്. അപ്പം ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ചിലരൊക്കെ വിചാരിക്കും കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന കേൾക്കുന്ന കാര്യമല്ല. ഇത് തലവര മാറ്റുന്ന കാര്യമാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ പുതിയ ഒരു ദൈവികമായ ജ്ഞാനമാണ് അറിയാൻ പോകുന്നത്. ആരും പറഞ്ഞു തരാത്തൊരു ജ്ഞാനം. അത് മനസ്സിലാക്കുന്നവൻ രക്ഷപ്പെട്ടു. മനസ്സിലാക്കാത്തവൻ ഒന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അവനവൻ്റെ വഴിക്ക് പോകാമെന്നുള്ളതാണ്. ആരാണേലും മനസ്സിലാക്കുന്നവൻ രക്ഷപ്പെട്ടു. അപ്പം ധ്യാനം ഏതാണ്? ധ്യാനം നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ കൈകാലും മുഖം കഴുകി രാവിലെ ധ്യാനം ചെയ്യുന്നത് എപ്പോഴും ഒരു 5:30-ക്കും 6 മണിക്കും ഇടയ്ക്കാണെങ്കിൽ നല്ലതാണ്. ഇനി അതല്ല, ഒരു 6 മണിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ധ്യാനം ചെയ്താൽ ഇരട്ടി ഫലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇരട്ടി ഫലം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും. ഇരട്ടി ഫലം കിട്ടും അത്. ഇനിയും എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ അത് തെറ്റില്ല. ഞാനൊരു നല്ല സമയം അനുഭവമുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാദ്യം രാവിലെ ചെയ്യാൻ പറ്റുന്നത് രാവിലെ ചെയ്യുക. ഒരു 6 മണിക്ക് മുമ്പ് എപ്പം വേണമെങ്കിലും ചെയ്യാം. 1 മിനിറ്റ് ചെയ്താൽ മതി. രാവിലെ 6 മണിക്ക് മുമ്പ് ചെയ്യാം. 1 മിനിറ്റ് ചെയ്താൽ മതി. ഇത് മുഴുവൻ വീഡിയോ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത് കേട്ടോ. എന്നാലേ അത് പ്രയോജനം കിട്ടത്തുള്ളൂ. ജീവിതം അത് മാറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പുരികത്തിൻ്റെ മധ്യത്തിന് തൊട്ട് മുകളിലായിട്ട്, അതായത് ഈ ഭാഗം പുരികങ്ങൾ ചേരുന്ന ഭാഗമില്ലേ, അതിൻ്റെ മധ്യം കണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരല്പം മുകളിലായിട്ട് ഉണ്ടോ ഈ ഭാഗത്ത് നിങ്ങൾ ഒരു ചുവന്ന പ്രകാശം നമ്മൾ പൊട്ട് തൊടത്തില്ലേ, പെൺകുട്ടികൾ പൊട്ട് തൊടത്തില്ലേ, ആ പൊട്ടിൻ്റെ അത്രയും വലിപ്പത്തിൽ മാത്രം ഒരു ചുവന്ന പ്രകാശം സങ്കല്പിക്കുക. എന്നിട്ട് കണ്ണ് തുറന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. വാ കൊണ്ട് അമ്മേ മഹാമായേ എന്ന് തന്നെ വിളിക്കണം. മഹാമായയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പല അത്ഭുതങ്ങളും ചെയ്യാൻ പറ്റും. മഹാമായേ, അമ്മേ മഹാമായേ, എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, എല്ലാവരും എനിക്ക് വശമായിട്ടിരിക്കണേ,
എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യസാധ്യവും നടത്തി തരണേ എന്ന് വാ കൊണ്ട് ഒരു തവണ പ്രാർത്ഥിച്ച് ശേഷം കണ്ണടച്ച് നെറ്റിയുടെ ഈ പുരികങ്ങൾക്ക് മധ്യത്തിലുള്ള ഈ ഭാഗത്തിന് തൊട്ട് മുകളിൽ ഒരു പൊട്ട്, ഒരു ചുവന്ന പ്രകാശം പൊട്ട് രൂപത്തിൽ, ചെറിയ പൊട്ട് രൂപത്തിൽ സങ്കല്പിച്ച് കണ്ണടച്ചുകൊണ്ട് വീണ്ടും മനസ്സിൽ ഈ പ്രാർത്ഥന ചൊല്ലുക. എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയണ്ട, നിങ്ങളുടെ മനസ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ നെറ്റിയുടെ മധ്യത്തിന്, ഇത് നെറ്റിയാന്ന് പിരികയാന്ന് വിചാരിച്ചു, ഇതിൻ്റെ മധ്യത്തിന് തൊട്ട് മുകളിൽ വരുന്ന ഭാഗത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ ചുവന്ന പൊട്ട് പോലെയുള്ള പ്രകാശത്തിൽ കൊണ്ടുവരിക. അത് ദേവിയാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അവിടെ ധ്യാനിച്ചിരിക്കുക, ഒരു ചിന്തയില്ലാതെ അതിൽ മുഴുകിയിരിക്കുക. 1 മിനിറ്റെങ്കിലും, ഇനി 1 മിനിറ്റ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല, 1 മിനിറ്റെങ്കിലും ഇരിക്കുക. അത് ചില സമയം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. പിന്നെ പ്രാർത്ഥിക്കണ്ട, പിന്നെ ഒന്നും പറയണ്ട. ഈ ധ്യാനം എന്ന് വെച്ചാൽ ധ്യാനത്തിന് മുമ്പ് ആ പ്രാർത്ഥന ചെയ്താൽ മതി. ഈ വിദ്യ നിങ്ങൾ നിത്യേന ചെയ്യുക. രാവിലെ 6 മണിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇനി 6 മണി കഴിഞ്ഞ് ചെയ്താലും ഫലമുണ്ടാകും. 6 മണിക്ക് മുമ്പ് ചെയ്താൽ കുറേ കൂടി നല്ലതാണ്. ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ, സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരിക്കും, പക്ഷേ വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലിക്കിടയിലൊന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാം. ഇതിൻ്റെ രഹസ്യം കൂടെ അറിഞ്ഞാലേ ഇത് ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. രഹസ്യം കൂടെ പറഞ്ഞുതരാം. എന്തുകൊണ്ടും ഈ പുരികത്തിൻ്റെ മധ്യത്തിൽ ഒന്ന് അല്പം മുകളിലായിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു. വേറെ എവിടെയൊക്കെ ശ്രദ്ധിക്കാം? എന്തുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു? അതാണ് ഞാൻ പറഞ്ഞത്, ധ്യാനത്തിൻ്റെ ഏറ്റവും മഹത്തായ, തീർന്നില്ല, ഇത് ഒരു സാമ്പിള് പഠിക്കട്ടെ, കിടക്കുന്നേ ഉള്ളൂ. രഹസ്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാം അറിഞ്ഞെന്ന് വിചാരിക്കരുത്, അവസാനം വരെ കാണും. അതായത് നമ്മളുടെ മൂക്ക് കണ്ട്, ഈ മൂക്ക് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റത്തില്ല ശരിയായിട്ടുള്ള രീതിയിൽ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ കണ്ണിൻ്റെ കറക്റ്റ് ഒരു നടുക്കായിട്ട് ഈ പോയിന്റിലാണ് ഈ മൂക്ക് വരുന്നത്. ഈ ഒരു ആംഗിൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളുടെ മൂക്ക് പൂർണ്ണമായിട്ട്, നമുക്ക് ലോകത്തിലുള്ള എല്ലാം കാണാം, പക്ഷെ നമ്മളുടെ കണ്ണിൻ്റെ നടുക്ക് വരുന്ന ഈ മൂക്ക് പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മളുടെ കാഴ്ചയുടെ മറ്റൊരു തലമാണ്. അപ്പം ഇതൊരു പോയിൻ്റാണ്. ഈ പോയിന്റിൽ നമ്മൾ ധ്യാനിച്ചാൽ നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു അവബോധം, ഒരു ബോധം, ഉള്ളിലൊരു ബോധം, പുതിയ ഒരു അനുഭവം ഉണ്ടാകും. അത് നമ്മുടെ അതീന്ദ്രിയമായ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു ബോധം, അല്ലെങ്കിൽ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല, നമുക്കൊരു അനുഭവം. അതാണ് യഥാർത്ഥ ജ്ഞാനം കേട്ടോ. പരമമായ ജ്ഞാനം എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന ഇന്ദ്രിയാതീതമായ അനുഭവത്തെയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ഇതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊലി, ഇതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. അപ്പം ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾ ഒന്നും ആലോചിച്ച് സങ്കല്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഒരു പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളായിട്ടൊന്നും ആലോചിച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന മനസ്സിലാക്കുക, ധ്യാനിക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അറിവാണ് പറഞ്ഞത്. ഇന്ദ്രിയാതീതമായ ഒരു ബോധം, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ചില സാധ്യതകൾ നമുക്ക് ചിന്തിക്കാൻ ഉള്ള ഒരു ശക്തി കിട്ടും. ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ്, അല്ലെ നോഹൗ, അല്ലെ സ്കില്ല്, ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നമ്മളുടെ തൊഴിലിനെ, സാമ്പത്തിക വളർച്ചയ്ക്ക് എല്ലാം നമുക്ക് ഗുണം ചെയ്യും. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ചില ആംഗിളിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അത് നമ്മളുടെ ആ ചിന്താഗതിയുടെ തലം മാറും ഈ ഒരു ആംഗിളിൽ ധ്യാനിച്ചാൽ. കാരണം ഇത് നമ്മൾ ഇതുവരെ 2 കണ്ണുകളിലൂടെയുള്ള അനുഭവം നമുക്കുള്ളൂ. ഇത് 3ാമത്തെ അനുഭവം, പുതിയ ഒരു അനുഭവം, അത് പുതിയ ഒരു തലം. അതുകൊണ്ടാണ് ഇവിടെ ധ്യാനിക്കാൻ പറഞ്ഞത്. ചുമന്ന പ്രകാശം ധ്യാനിക്കാൻ പറഞ്ഞു. പൊട്ട് വലിപ്പത്തിൽ മതി. ഈ പുരികത്തിൻ്റെ മധ്യത്തിന് അല്പം മുകളിലായിട്ട് വേണം. അതാണത് നമുക്ക് നല്ലതായിട്ട് അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നു?
ഇനിയും ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ധ്യാനത്തെക്കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ധ്യാനം ചെയ്യുമ്പോൾ പലർക്കും അതിൽ നിന്നൊരു ഒരു 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 വേണ്ട രീതിയിലുള്ള ഒരു അനുഭവം കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ധ്യാനത്തെക്കുറിച്ച് ശരിയായിട്ട് അറിഞ്ഞ് ചിലർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. എന്നാലും നമുക്ക് ശരിയായിട്ട് ധ്യാനം ചെയ്താൽ നമുക്ക് പല 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 കഴിവുകളും, എന്ന് വെച്ചാൽ അത്ഭുതങ്ങളല്ല ഞാൻ പറയുന്നത്, പല പല നമുക്ക് പുതിയ പുതിയ കഴിവുകൾ, പുതിയ പുതിയ നോളജ് ഒക്കെ കിട്ടും, ഉള്ളിൽ നിന്ന് കിട്ടും. അതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ ധ്യാനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ധ്യാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ മുഴുകുക ഒരു കാര്യത്തിൽ അല്ലെ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ബോധത്തിൽ. ഇവിടെ നമ്മൾ ഈ പ്രകാശം, ചുവന്ന പ്രകാശം ദേവിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച്, അപ്പം ദേവിയുടെ ചിത്രമല്ല, ഊർജ്ജവ പ്രകാശമായിട്ടാണ് കാണുന്നത്. ആ പ്രകാശം ദേവിയാണെന്ന് ചിന്തിച്ച ദേവീ ബോധത്തിൽ നമ്മൾ മുഴുകുകയാണ്. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും, മനസ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ ദേവീ ബോധത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഒന്നിൽ ആഴത്തിൽ തുടർച്ചയായിട്ട് മുഴുകിയിരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള പ്രപഞ്ചമില്ല, സമയമില്ല, നിങ്ങളില്ല, യാതൊന്നുമില്ല. അങ്ങനെ ധ്യാനിക്കുന്നവനെ ആ ധ്യാനത്തിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു അനുഭവം കിട്ടുകയുള്ളൂ. അതാണ് പ്രധാന രഹസ്യം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഈ ഒരു പോയിന്റിൽ, ഒരു ചുവന്ന പ്രകാശത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമ്മളില്ല, നമ്മളുടെ പ്രാരാബ്ധങ്ങളില്ല, നമ്മളുടെ ചുറ്റുമുള്ള ലോകമില്ല, ഈ നിമിഷമില്ല, ഗുരുവില്ല, ശിഷ്യനില്ല, യാതൊന്നുമില്ല. ഈ ബോധം ഇപ്പം ഇവിടെ ദേവിയാണെന്ന്, ആ ചുവന്ന പ്രകാശം ദേവിയാണെന്ന് സങ്കല്പിക്കുമ്പോൾ ആ ദേവീ ബോധം മാത്രമേ ഉള്ളൂ. ദേവിയുടെ രൂപമല്ല, പ്രകാശമായിട്ടാണ് സങ്കല്പിക്കേണ്ടത്. രൂപത്തിൽ സങ്കല്പിക്കേണ്ട, പ്രകാശമായിട്ട് സങ്കല്പിക്കുക, അത് ഊർജ്ജമായിട്ട് സങ്കല്പിക്കുക. അപ്പോഴാണ് അത് ഗുണമാകുന്നത്. അപ്പോൾ ആ ഒരു ബോധം മാത്രം, വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഇരിക്കുമ്പം വേറെയൊക്കെ സങ്കല്പിക്കുന്നവന്, ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലർ വിചാരിക്കും, അയ്യോ പ്രജിത് സാറാണല്ലോ എനിക്കിത് പറഞ്ഞതെന്ന്. അതിൻ്റെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അല്ലേ വിചാരിക്കും, എനിക്ക് അല്ലേ ബാങ്കിൽ പോകണം, അല്ലെ അവിടെ പോകണം, ഇവിടെ പോകണം എന്നിങ്ങനെ പല ചിന്തകൾ വന്നാൽ ഒരു പ്രയോജനവുമില്ല. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും, അയ്യോ എനിക്ക് പ്രജിത് സാറാണ് പറഞ്ഞതെന്ന്, അദ്ദേഹം ആണ് എൻ്റെ ഗുരുസ്ഥാനത്ത്. അവിടെ ഗുരുവില്ല, ശിഷ്യനുമില്ല, ആഗ്രഹവുമില്ല, ഒന്നുമില്ല. ഈ ധ്യാനിക്കുന്ന സമയം ആ ഏത് ചിന്തയാണോ, ദേവീബോധമാണെങ്കിൽ ആ ദേവീബോധം മാത്രം, വേറെ ഒന്നും വരാൻ പാടില്ല. ഞാനെന്നുള്ള ചിന്തയില്ല, എൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചമില്ല, പിന്നെ സമയമില്ല, യാതൊന്നുമില്ല. ഒരു ആഗ്രഹങ്ങളില്ല അവിടെ ഒരാഗ്രഹമില്ല. നമ്മൾ ആദ്യമേ നമ്മുടെ ആവശ്യം ദേവിയോട് പറഞ്ഞു. പിന്നെ ധ്യാനിക്കുമ്പോൾ ഇവിടെ ഒരാഗ്രഹവും ഇല്ലാതെ ധ്യാനിക്കണം. അപ്പോഴാണ് ഫലം ലഭിക്കുന്നത്. അതാണ് ധ്യാനം. മനസ്സിലായില്ല? ആദ്യം നമ്മൾ പറഞ്ഞു എനിക്ക് സമ്പത്ത് തരണമെന്ന്, മതി. പിന്നെ ആഗ്രഹം പറയണ്ട, ആഗ്രഹിക്കണ്ട, ആഗ്രഹം ചിന്തിക്കണ്ട. ഈ ചുവന്ന പ്രകാശമാകുന്ന ബോധത്തിൽ ലയിക്കുമ്പോൾ ആഗ്രഹങ്ങളില്ല, ആകാംക്ഷകളില്ല, ഭയമില്ല, നിരാശയില്ല, ഞാനെന്നുള്ള ചിന്തയില്ല, ഞാനില്ല, ഈ നിമിഷമില്ല, ഈ പ്രപഞ്ചബോധമില്ല, ഗുരുവില്ല, ശിഷ്യനില്ല. ഇതാണ് ധ്യാനം. ഇത് ചെയ്യുന്നവനെ ആ ബോധമുണ്ടായി വരത്തുള്ളൂ. അല്ലാത്തവനൊക്കെ ബോധമുണ്ടായെന്നുള്ള ചിന്തയേ ഉള്ളൂ, അഭിനയമേ ഉള്ളൂ, അല്ലെ ഉണ്ടായെന്നുള്ള ധാരണ നടക്കുക. ഇത് ഇങ്ങനെ ചിന്തിക്കുന്നവനുള്ളിൽ തട്ടുമത്. അവനുള്ളിൽ നിന്നുള്ള ആ ഈശ്വര ബോധം ഉണ്ടായി വരും. അവൻ്റെ കാര്യങ്ങൾ, പ്രപഞ്ചത്തിലെ എല്ലാ സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഒന്നുമില്ലായ്മയെ ചിന്തിക്കുന്നവനിലേക്കാണ് എത്തിച്ചേരുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും, ആ ഒന്നുമില്ലായ്മ, ആ ശൂന്യബോധമാണ് ഈശ്വരൻ. ഇവിടെ ദേവീ ബോധത്തിൽ നിങ്ങൾ ഇരുന്നാൽ മതി. ആ ദേവീ ബോധം എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്, ആ പ്രകാശമാണ്. അവിടെ ഒന്നുമില്ലായ്മയാണ്. ആ ബോധത്തിൽ ലയിച്ചിരിക്കുക. ആ എനർജിയിൽ, ആ ഒന്നുമില്ലായ്മയിൽ, ആ ദേവീബോധം എന്നുള്ള ബോധമാണെങ്കിൽ നമ്മൾ അതിനെ ഒരു എനർജിയായിട്ട്, ഒരു പ്രകാശമായിട്ട്, പ്രകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നുമില്ല, പ്രകാശം എന്നുള്ള ആ ഒരു വസ്തുവായിട്ടല്ല, ഒരു പ്രകാശമായിട്ടാകുമ്പോൾ അതിൻ്റെ അകത്തൊരു ശൂന്യതയുണ്ട്. ആ ബോധത്തിലിരിക്കുക, ദേവിയാണെന്ന് ഉറപ്പിച്ച് ആ ഊർജ്ജബോധത്തിലിരിക്കുക. ഊർജ്ജബോധം ആ ശൂന്യബോധത്തെ നിങ്ങളെ ഉണർത്തും. ഇതാണ് ധ്യാനം. ഈ ധ്യാനം ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് അറിയേണ്ടത്. ഇതറിഞ്ഞാൽ നിങ്ങൾ തനിയെ മാറും.
ഇത് ഒരു ദിവസം ചെയ്തത് കൊണ്ട് മാറുമോ? ഈ മെഡിറ്റേഷൻ എന്ന ഒരു ഇംഗ്ലീഷിലൊക്കെ പറയും, എന്ത് പേരും പറഞ്ഞുകൊണ്ട്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് മെഡിറ്റേറ്ററി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ആഴത്തിലുള്ള തുടർച്ചയായ വിചിന്തനമെന്നാണ്. എന്ന് വെച്ചാൽ ഈ ധ്യാനം നിങ്ങൾ നിത്യേന ചെയ്യണം, പലതവണ ചെയ്യണം. ആഴത്തിൽ പലതവണ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം വരണമെന്നൊരു നിർബന്ധവുമില്ല. ഇത് നിങ്ങൾ അതിൽ കൂടുതൽ പലതവണ ഒരു ദിവസം തന്നെ ചെയ്യുക. അങ്ങനെ ദിവസങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ തുടങ്ങും. പ്രപഞ്ചബോധം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ തുടങ്ങും. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നടന്നു കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പത്തും ഐശ്വര്യമൊക്കെ നിങ്ങളിലേക്ക് വരും. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് ഈ ബോധം നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. ധനം ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട പ്രവർത്തികൾ നിങ്ങൾ തനിയെ ചെയ്യാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴേ എപ്പോഴും നമുക്ക് ധനം വരത്തുള്ളൂ. പക്ഷെ അത് നമ്മൾക്ക് സ്വയമേവ അതിനുള്ള ഒരു ബുദ്ധി ഉണ്ടായി വരും, ഒരു ഇൻ്റലിജൻസ് ഉണ്ടായി വരും, അതുവരെ ഇല്ലാത്ത ഒരു അവയർനെസ് ഉണ്ടായി വരും. എനിക്ക് എന്തു ചെയ്യാനാണ് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പ്രവൃത്തികൾ നമ്മൾ തനിയെ ചെയ്യും ഈ ബോധം ഉണ്ടായിക്കഴിയുമ്പോൾ. അപ്പോൾ ധ്യാനത്തെക്കുറിച്ച് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത്, ധ്യാനബോധത്തിൽ സൗന്ദര്യമില്ല, സങ്കടമില്ല, സന്തോഷമില്ല, ആഗ്രഹമില്ല, ഞാനില്ല, നിങ്ങളില്ല, ഞാനെന്ന ഭാവമില്ല, ഗുരുവില്ല, ശിഷ്യനില്ല, പ്രപഞ്ചമില്ല, യാതൊന്നുമില്ല. ആ ദേവിയെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചുവന്ന പ്രകാശം മാത്രം, ദേവിയാണെന്ന് ആദ്യം ഉറപ്പിച്ച് സങ്കല്പിക്കുക, പിന്നെ ചുവന്ന പ്രകാശം മാത്രം, ശൂന്യമായ ബോധം. അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ഇതാണ് ധ്യാനം. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നും വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ധ്യാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റു പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ആദ്യം വിനായകനെ വന്ദിക്കുക, കുലദേവതയെ വന്ദിക്കുക, ഗുരുവിനെ വന്ദിക്കുക, ഇഷ്ടദേവതയെ വന്ദിക്കുക. അതൊക്കെ ധ്യാനത്തിന് മുമ്പ് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ദേവിയോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ധ്യാനിക്കാതിരുന്നാൽ മതി. പക്ഷെ ധ്യാനിക്കുമ്പോൾ ഇതൊന്നുമില്ല, ആ ശൂന്യമായ ചുവന്ന പ്രകാശം മാത്രമേ ഉള്ളൂ. ആ ദേവീ ബോധം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആദ്യത്തിലാണ് ദേവിയാണെന്ന് വിചാരിക്കേണ്ടത്. പിന്നെ ആ ചുവന്ന ആ പ്രകാശം മാത്രം, ഒരു ചിന്തയില്ല. വ്യക്തമാണ് അല്ലേ? ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ആ ധ്യാനം കൊണ്ടുള്ള ആ ധ്യാനം ഒരു അനുഭവമായി വരുന്നു. ആ ധ്യാനം ഒരു അനുഭവമാകുന്നത് അങ്ങനെയുള്ളവർക്കാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം. അതായത് ഒരു സന്യാസി ഒരിക്കൽ ഒരു കാട്ടുവഴി കൂടെ നടന്നു പോവുകയാണ്. അപ്പോഴവിടെ ഒരു കുളത്തിൻ്റെ, ഒരു ആറിൻ്റെ തീരത്ത് ഒരു കർഷകനിരുന്ന് മീൻ, ഈ ചൂണ്ടയിൽ ഇട്ട് മീൻ പിടിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ സന്യാസി കർഷകനോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഏതോ ആശ്രമത്തിൽ പോകാനാണ് വഴിയൊക്കെ ചോദിക്കുന്നു. കുറേ ചോദിച്ചിട്ട് ഇയാളൊന്നും മിണ്ടുന്നില്ല. ലാസ്റ്റ് സന്യാസിക്ക് ദേഷ്യം വന്നപ്പോൾ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന് ഒരു ചിന്തയുമില്ല, ഈ മീനെ പിടിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ. അതും ധ്യാനമാണ്. ഒന്നി മാത്രം ഒഴുകിയിരിക്കുന്നത് ധ്യാനമാണ്. അപ്പോൾ ഈ സന്യാസി ഈ കർഷകന് ശിഷ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു ഉപമ കഥയാണ്. ഇതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, ധ്യാനിക്കുമ്പം ആ ഒരു കാര്യം മാത്രം. ഇപ്പം നമ്മളുടെ ചുമന്ന പ്രകാശം ദേവിയാണെന്ന് ആദ്യമേ ചിന്തിക്കണം. പിന്നെ ചുമന്ന പ്രകാശം മാത്രം, ഒരു ചിന്തയും പാടില്ല. അങ്ങനെ ഇരിക്കണം. നമ്മൾ അതിൽ ആഴത്തിൽ ധ്യാനിച്ചിരിക്കുക. ബലം പിടിക്കുകയൊന്നും വേണ്ട, വെറുതെ ആഴത്തിൽ ധ്യാനിക്കുക. പിന്നെ അത് പറ്റുമ്പോഴൊക്കെ ചെയ്യുക. 1 മിനിറ്റ് ചെയ്താൽ മതി, രാവിലെ കൂടുതലൊന്നും ചെയ്യണ്ട. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, പറ്റുന്നവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ധ്യാനം. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ദ്രോണാചാര്യരുടെ ശിഷ്യനായ അർജുനൻ്റെ കഥ നമുക്കറിയാം. അതായത് അർജുനനോട് ഒരു പക്ഷിയെ അമ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, അപ്പോൾ ആദ്യം മറ്റു കൗരവന്മാരെയും മറ്റു പാണ്ഡവന്മാരെയും എല്ലാം വിളിച്ച് അമ്പ് ചെയ്യാൻ പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു,
കിളിയെ കാണുന്നു, കിളിയെ മുഴുവൻ കാണുന്നു, എൻ്റെ ഗുരുവിനെയും കാണുന്നു, പിന്നെ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുന്നു ഒക്കെ പറഞ്ഞു. അവരോടൊന്നും പറഞ്ഞു, അവരൊന്നും അമ്പ ചെയ്ത ദ്രോണാചാര്യർ അർജുനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് കാണുന്നു ചോദിച്ചാൽ പറഞ്ഞു, കിളിയുടെ തല മാത്രം കാണും. അതാണ് ഏകാഗ്രത. അപ്പം നമ്മൾ ഒരു കാര്യം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുക, മുഴുകുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നമ്മളിവിടെ ചുവന്ന പ്രകാശം, ആദ്യം ദേവിയാണെന്നത് വിചാരിച്ചിട്ട് പിന്നെ ചുവന്ന പ്രകാശം മാത്രം, ഒരു ചിന്തയുമില്ലാതെ. അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, ഒന്നുമില്ല അവിടെ. ഒന്നും അങ്ങനെ ചിന്ത വന്നാൽ പോയി. അങ്ങനെ ചിന്ത വരുന്നതാണ് പലരുടെയും കുഴപ്പം. ചിലർ ധ്യാനിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട്, അയ്യോ എനിക്കിത് പറഞ്ഞു തന്നത് ആ പുള്ളിയാണല്ലോ, അല്ലെ ആ ടീച്ചറാണല്ലോ, അല്ലെങ്കിൽ ഇന്ന ആളാണല്ലോ, അവരെത്ര നല്ല ആളാണ്. ഇതൊന്നും ചിന്തിക്കണ്ട അവിടെ. ചിന്തിച്ചാൽ പോയി. അല്ലെ കുറേ ദൈവങ്ങളുടെ കാര്യം ചിന്തിക്കുക, അതൊന്നും ചിന്തിക്കണ്ട. ഈ ധ്യാനിക്കാനിരുന്നാൽ ആ ധ്യാനം എന്താണോ ചെയ്യുന്നത് അത്. ഇവിടെ ഇപ്പം ഈ ധ്യാനത്തിൽ പറഞ്ഞ ചുവന്ന പ്രകാശം, അപ്പോൾ അത് ആദ്യമേ ദേവിയാണെന്നൊന്ന് സങ്കല്പിക്കണം. എന്നിട്ട് ഈ ചുവന്ന പ്രകാശം മാത്രം. അവിടെ വേറൊരു ചിന്തയും വരണ്ട. ഗുരുവില്ല, ശിഷ്യനുമില്ല, അറിവുമില്ല, അറിവില്ലായ്മയില്ല, നിരാശയില്ല, ദേഷ്യമില്ല, ആഗ്രഹമില്ല, പ്രപഞ്ചബോധമില്ല, നിങ്ങളില്ല, സമയമില്ല. ഒരു ചിന്തയും പാടില്ല, ഒരു മിനിറ്റെങ്കിലും. അത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് ധ്യാനം, ഇതാണ് അറിവ്. അറിവല്ല ജ്ഞാനം. ജ്ഞാനം അറിവും രണ്ടും അറിയാമല്ലോ. അറിവെന്ന് വെച്ചാൽ നമ്മൾ പലതിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നതും പലയിടത്തു നിന്ന് കേൾക്കുന്നതും ഒക്കെയാണ് അറിവ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, കണ്ണിലൂടെ, നമ്മുടെ ഈ ചിലതൊക്കെ നമ്മൾ ഗന്ധത്തിലൂടെ അറിയുന്നു, ചിലതൊക്കെ കേട്ടറിയുന്നു, ചിലതൊക്കെ നമ്മൾ ഈ പുസ്തകങ്ങളിൽ നിന്ന് അറിയുന്നു. ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളെ അറിവെന്ന് പറഞ്ഞാൽ, അനുഭവം എന്ന് വെച്ചാൽ, ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? അനുഭവം. അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ധ്യാനത്തെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞു തരാം, പക്ഷെ ധ്യാനം പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കേണ്ട ഒരവസ്ഥയാണ്. അത് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ധ്യാനം ചെയ്യേണ്ട രീതി പറഞ്ഞു തരാം, പക്ഷെ ആ അവസ്ഥ പലർക്കും പല രീതിയായിരിക്കും. അത് നിങ്ങൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ രീതികൾ പറഞ്ഞു കൊടുക്കാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം, പക്ഷെ ആ അവസ്ഥ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആർജിക്കേണ്ടതാണ്, അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ആരോടും മിണ്ടണ്ട ഇതിനെക്കുറിച്ച്. എന്തുകൊണ്ട് ആരോടും മിണ്ടണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളൊരു കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പം നമ്മളൊരു തൊഴിൽ ചെയ്യുന്നു, എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ ആരും നമ്മളെ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് ആ തൊഴിലിൽ നിന്ന് സ്വയം അറിയാൻ പറ്റും. അതാണ് യഥാർത്ഥ ജ്ഞാനം. അത് ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു തൊഴിൽ തന്നെ നിരന്തരം ചെയ്യുമ്പോൾ നമുക്കത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ചെയ്ത് കാണിക്കാൻ ചിലപ്പം പറ്റും. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ തൊഴിൽ നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ആരും പഠിപ്പിച്ചു തരാത്ത ചില കാര്യങ്ങൾ നമുക്കത് നിരന്തരം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടും. അതാണ് ജ്ഞാനം. അത് നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചെയ്ത് കാണിക്കാൻ ചിലപ്പോൾ പറ്റും. പറഞ്ഞാൽ മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു ജ്ഞാനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. നമ്മൾ ധ്യാനമാണേലും ഇത്തരത്തിൽ നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ആരും പഠിപ്പിക്കാത്ത ചില അറിവുകൾ നമുക്ക് കിട്ടും. അതാണ് ഒരാളുടെ ജീവിതം മാറ്റുന്നത്. അതേ മാറ്റത്തുള്ളൂ. അത് പഠിപ്പിച്ച് കൊടുക്കാൻ സാധിക്കത്തില്ല, സ്വയം ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള വിദ്യയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഇത് ശരിയായിട്ട് മനസ്സിലാക്കുന്ന ആരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഒന്നുമല്ല കാര്യം. നമ്മളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ശരിയായിട്ട് ചെയ്യുക, അത് ആവർത്തിക്കുക. അതാണ് ജീവിതം മാറ്റുന്നത്. കുറേ കാര്യങ്ങൾ അറിയുക. അത് ചിലപ്പം നമ്മൾ ചിലപ്പം പല ആളുകളുടെയും ചരിത്രം അറിയായിരിക്കും. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ യോഗീശ്വരന്മാർ, ഋഷിമാർ, അതൊക്കെ അറിയുന്ന നല്ലതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളുടെ ജീവിതം മാറണമെന്നില്ല. നമുക്ക് വേണ്ടി അവർ ചെയ്ത വിദ്യ ചെയ്താലേ നമ്മൾ അവരെ പോലെ ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് കുറേ കഥകൾ കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം നമുക്ക് വേണ്ടി, അപ്പോഴേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ.
അതാണ് എൻ്റെ തിയറി, അതാണ് ഞാൻ വിശ്വസിക്കുന്ന നിയമം. സ്വയം പ്രവർത്തിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, വേറെ ആരും ചെയ്യാനില്ല. അപ്പം ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അല്ലെ കുറേ കഥകൾ കേട്ടുകൊണ്ടോ, അല്ലെ വേറൊരാളൊരു സിദ്ധനായി അയാളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടോ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതൊരു ലൗകികമായ കാര്യമായാലും ആത്മീയമായ കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. എൻ്റെ പല സുഹൃത്തുക്കളും ഹിമാലയ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പലരുടെയും ചിന്ത ഈ പല പുസ്തകങ്ങളും വായിച്ചിട്ട് ഹിമാലയത്തിൽ ചെന്നാൽ ഏതാണ്ട് സിദ്ധികൾ കിട്ടും, അല്ലെങ്കിൽ വിദ്യകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ യാത്ര ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെയൊന്നും അല്ല. അവർ ചെയ്ത വിദ്യകൾ നിങ്ങൾ സ്വയം അറിഞ്ഞ് ചെയ്യാൻ പറ്റിയാലേ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടൊന്നും ആരും മാറിയിട്ടില്ല. അതൊരു അറിവാണ്. സ്വയം പ്രയത്നിച്ചവർ മാത്രമേ മാറിയിട്ടുള്ളൂ. അതും ശരിയായ കാര്യങ്ങൾ ചെയ്തവർ മാത്രമേ മാറിയിട്ടുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. തെറ്റായ അറിവുകളുടെ പുറകെ പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാപം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഈശ്വരാധീനം ഇല്ലാത്തത് കൊണ്ടാണ് തെറ്റായ അറിവുകളുടെ പുറകെ പോകുന്നത്. മനസ്സിലായില്ലേ? ശരിയായ കാര്യങ്ങളെ അറിയുക. അത് ആ മേളിൽ ഇരിക്കുന്ന തമ്പുരാൻ, ഈശ്വരൻ, പരമേശ്വരൻ വിചാരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ മുന്നിൽ കൂടെ പോയാലും സ്ക്രോൾ ചെയ്ത് പോകും. പരമേശ്വരൻ വിചാരിക്കണം, അല്ലെ പരമേശ്വരി വിചാരിക്കണം, ഈശ്വരൻ വിചാരിക്കണം. ശരിയായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം അതിന് ശ്രമിക്കുക. ഞാനെന്നല്ല ആര് പറഞ്ഞാലും. നിങ്ങൾ ഇപ്പം ഒരാൾ പറയുന്നു, ഇപ്പം നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം ഈ നക്ഷത്രം എപ്പോഴും മാറുന്നു, രാശി മാറുന്നു, ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ള നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. അങ്ങനെ നോക്കിയിരുന്ന ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ചിലർക്ക് മാറ്റം വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? നക്ഷത്രം മാറുന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ നിങ്ങളുടെ കർമ്മദോഷം മാറുമ്പോഴേ നിങ്ങൾ രക്ഷപ്പെടുത്തുള്ളൂ. ചിലർ അല്ലാതെ തന്നെ ദൈവാധീനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് രാശി മാറുമ്പോഴും മാറ്റം വരും. എന്നാൽ കർമ്മദോഷമുള്ളവർക്ക് ഏത് രാശി മാറിയാലും മാറ്റമൊന്നും വരണമെന്നില്ല. അപ്പോൾ ഓരോ ആഴ്ചയിലും നക്ഷത്രം മാറുന്നു, അത് മാറുന്നു, ഇത് മാറുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് അത് വീണ്ടും വീണ്ടും നോക്കുന്നത്. കാരണം അവരുടെ ജീവിതം മാറാത്തതുകൊണ്ടാണ്. മാറിയപ്പോൾ എന്തിനാണ് നോക്കുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ രാശി മാറിയാൽ ചിലരുടെ ജീവിതം മാറുന്നുണ്ട്. അത് രാശി മാറുന്നതുകൊണ്ടല്ല, സമയം മാറുമ്പോൾ ദൈവാധീനത്തിന് വേണ്ട ചില കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയാകുമ്പോഴേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. ചിലപ്പോൾ സമയം മാറുമ്പോൾ ചിലർക്ക് അതിനുള്ള അവസരം കിട്ടും. അത് പ്രയോജനപ്പെടുന്നവന് ജീവിതം മാറും എന്ന് കരുതി രാശി മാറുന്ന എല്ലാവരുടെയും ജീവിതം മാറണമെന്നില്ല. കാരണം കർമ്മദോഷങ്ങൾ മാറണം, പ്രവൃത്തി ശരിയാകണം, മനസ്സ് ശരിയാകണം, അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പോൾ അടിസ്ഥാനം എന്ന് വെച്ചാൽ കർമ്മമാണ് അടിസ്ഥാനം. നമ്മുടെ ഏത് രാശി മാറിയാലും നമ്മുടെ ജീവിതം ശരിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മം ശരിയാകണം. കർമ്മദോഷം മാറാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നത് ഈ കർമ്മദോഷം മാറാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നക്ഷത്രമാറ്റത്തെക്കുറിച്ച് കുറച്ച് ഇടാറുള്ളൂ. നക്ഷത്രമാറ്റം കുറച്ച് പേർക്കൊക്കെ മാറ്റം ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലെന്നല്ല പറഞ്ഞു. ജീവിതം അടിസ്ഥാനപരമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കർമ്മദോഷം മാറണം, കർമ്മം ശരിയാകണം. ഈ നക്ഷത്രത്തെക്കുറിച്ച് ഇടുന്ന പല വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പലരും ഇടുന്നതിനെല്ലാം എല്ലാ പ്രാവശ്യവും ഭയങ്കര വ്യൂസ് വരുന്നതിൻ്റെ കാര്യം അവരൊന്നും ജീവിതം മാറാത്തതുകൊണ്ടാണ്. കാരണം ഓരോ പ്രാവശ്യം രക്ഷപ്പെടുമെന്ന് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യൂസ് കൂടുന്നത്, രക്ഷപ്പെടാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ കൂടുതലായിട്ട് പറയുന്നത് കർമ്മദോഷം മാറാനുള്ള കാര്യമാണ്. ഇടയ്ക്ക് നക്ഷത്രത്തിൻ്റെയും പറയും, അതിൽ കാര്യമുള്ളതുകൊണ്ട് കാര്യമുള്ളപ്പോൾ പറയും. കർമ്മദോഷം മാറാനുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അറിയേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പം നമ്മളൊരു ഈശ്വരനെ വിളിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ, ഇപ്പോൾ ഒരു ഈശ്വരനെ തുടർച്ചയായിട്ട് വിളിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾ, പരിപാടി ചെയ്യുന്ന ഒരാൾ, അയാൾ വീണ്ടും ക്രൂരതകൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് അർത്ഥം. ഈശ്വരൻ നന്മയാണ്. നമ്മൾ ഈശ്വരനെ ഇപ്പോൾ ശിവനെ ആയിക്കോട്ടെ, ആരെ ആയിക്കോട്ടെ, നിരന്തരം ദേവി ആയിക്കോട്ടെ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു ശുദ്ധി ഉണ്ടാകും. പിന്നെ ആരോടും ക്രൂരത ചെയ്യാനോ ഒന്നും നമുക്ക് തോന്നത്തില്ല. അപ്പോഴാണ് ആ ഈശ്വരാധീനം ഉണ്ടായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ടോ വഴിപാട് ചെയ്യുന്നതുകൊണ്ടോ ദൈവാധീനം ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സ് മാറണം, മനസ്സ് ശുദ്ധമാകണം.
അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മവും ശുദ്ധമാകും. കാരണം ഈ മനസ്സും കർമ്മവും, കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി കേട്ടോ, മനസ്സും കർമ്മമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനസ്സ് ശുദ്ധമാകുമ്പോഴേ കർമ്മം ശരിയാകത്തുള്ളൂ. നിങ്ങളുടെ മനസ്സ് നല്ലത് തോന്നുമ്പോഴേ നിങ്ങൾ നല്ലത് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ മനസ്സിലാക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അനുഭവങ്ങളും അറിവുകളും നിരീക്ഷണങ്ങളുമാണ് പറയുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ശരിയെന്ന് ഉണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് അനുഭവമുള്ള സത്യസന്ധമായ എൻ്റെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയിൽ പറയുന്നതാണ്. നല്ല കാര്യങ്ങളെ മനസ്സിലാക്കിയവരെല്ലാം നന്മയെ ഉണ്ടായിട്ടുള്ളൂ. ആവശ്യമുള്ളവർ മനസ്സിലാക്കി ചെയ്യുക. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.